Now we are going to see another concept of Java called method overloading. Actually, this is an example of polymorphism, another important principle of OOPS. Actually, function overloading is used to generalize a method or function. In order to generalize a method, we use method overloading. നമ്മൾ ഈ മെത്തേഡിനെ ഓവർലോഡ് ചെയ്യുന്നത് മെത്തേഡുകളെ ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കാണും എങ്ങനെയാണ്. വൈ വി ആർ ജനറലൈസിങ് എ മെത്തേഡ് ഇൻ ഓർഡർ ടു reduce the complexity using different method names. ഒന്നിൽ കൂടുതൽ മെത്തേഡ് നെയിംസ് ഉപയോഗിച്ച് ഒരു ആപ്ലിക്കേഷനെ കോംപ്ലക്സ് ആക്കുന്നതിന് പകരം ആ പല പേരുകൾ ഒഴിവാക്കി ഒരു മെത്തേഡ് നെയിമിനെ ജനറലൈസ് ചെയ്ത് ഒരേപോലത്തെ പല കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പം അങ്ങനെ ഒരു മെത്തേഡിനെ ജനറലൈസ് ചെയ്ത് കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെത്തേഡ് ഓവർലോഡിങ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഓവർലോഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ സൈക്കിൾ ഉപയോഗിക്കുന്നവർക്കറിയാം, ഇല്ലെങ്കിൽ ബൈക്ക് ഉപയോഗിക്കുന്നവർക്കറിയാം. സാധാരണ ബൈക്കിലാണ് ഈ 2 പേര്. പക്ഷെ നമ്മളൊരു ടൗണിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരൻ അങ്ങോട്ട് നടന്നു പോകുന്നു. അവനും നമ്മൾ പോകുന്ന അതേ ലക്ഷ്യത്തിലേക്ക് പോകുന്നു. അപ്പം നമ്മൾ അവനെ കൂടെ കയറ്റുന്നു. ഇപ്പം 3 പേരായി കഴിഞ്ഞാൽ നമ്മൾ പറയും ബൈക്ക് ഓവർലോഡഡ് ആണ്. സൈക്കിളാണെങ്കിൽ ഒരാൾക്കേ യാത്ര ചെയ്യത്തുള്ളൂ, ഒരാളെ പുറകെ കയറ്റി കഴിയുമ്പോൾ അത് ഓവർലോഡഡ് ആണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പോകുന്ന അല്ലെങ്കിൽ ഒരേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡിനെ അല്ലെങ്കിൽ ആ ഒരു ബൈക്കിനെ സൈക്കിളിനെയാണ് നമ്മൾ ഓവർലോഡ് ചെയ്യുന്നത്. അപ്പം ബൈക്കോ സൈക്കിളോ എന്താണെങ്കിലും നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരേ ദിശയിലേക്കാണ്. ആ കാര്യത്തിന് വേണ്ടി ആ ദിശയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കൂടെ അധികമായിട്ട് കയറ്റി നമ്മുടെ ബൈക്കോ സൈക്കിളോ ഓവർലോഡ് ആക്കുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരേപോലെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നിലവിലുള്ള ഒരു മെത്തേഡിനെ തന്നെ നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാര്യങ്ങൾ ഒരേപോലത്തെ ആയിരിക്കണം, ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കല്ല, പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഹിയർ വി യൂസ് എ മെത്തേഡ് നെയിം കോൾഡ് ഡിസ്പ്ലേ. ഞാനിവിടെ ഈ ക്ലാസ്സിൻ്റെ അകത്ത് ഒരു മെത്തേഡിനെ ഞാൻ ഉപയോഗിക്കുകയാണ്. അതിൻ്റെ പേര് ഡിസ്പ്ലേ. വി യൂസ് ദിസ് മെത്തേഡ് ഇൻ ഓർഡർ ടു ഡിസ്പ്ലേ എ സ്ട്രിങ്. ഞാൻ ആദ്യമേ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നോ പാരാമീറ്റേഴ്സ്. അതിനുശേഷം ഒരു ഇൻറ്റീജർ വാല്യൂ ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യം വന്നപ്പോഴും അഗെയിൻ വി യൂസ് ദാറ്റ് സെയിം മെത്തേഡ്. ആ ഡിസ്പ്ലേ മെത്തേഡ് തന്നെ ഉപയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ ആ ഡിസ്പ്ലേ ചെയ്യപ്പെടേണ്ട ഇൻറ്റീജർ വാല്യൂവിനെ ഞാൻ അതിൻ്റെ അകത്തേക്ക് പാസ് ചെയ്തു. അതായത് ഞാനൊരു പാരാമീറ്റർ ഉപയോഗിച്ച് ആ വാല്യൂവിനെ ഞാൻ റിസീവ് ചെയ്ത് ആ വാല്യൂ ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നു. വീണ്ടും 2 വാല്യൂ ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യം വന്നപ്പോഴും ഞാൻ ആ സെയിം മെത്തേഡ് നെയിം ഉപയോഗിക്കുന്നു, ഡിസ്പ്ലേ മെത്തേഡ്. ആ മെത്തേഡിൻ്റെ അകത്തേക്ക് ഞാൻ 2 വാല്യൂസിനെ ഞാൻ റിസീവ് ചെയ്യുന്നു പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച്. അപ്പം നോക്കിക്കേ, ഫസ്റ്റ് ഡിസ്പ്ലേ മെത്തേഡിൻ്റെ അകത്ത് വെളിയിൽ നിന്നൊന്നും വാല്യൂസ് റിസീവ് ചെയ്തില്ല, ഞാൻ സ്ട്രിങ് മാത്രം ഡിസ്പ്ലേ ചെയ്തു. വീണ്ടും ഒരു ഇൻറ്റീജർ ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യം വന്നപ്പോൾ ഞാൻ വീണ്ടും ആ മെത്തേഡ് ഉപയോഗിച്ചൊരു എക്സ്ട്രാ വാല്യൂ ഞാൻ റിസീവ് ചെയ്യുന്നു പാരാമീറ്റർ ഉപയോഗിച്ച്. അപ്പം ഡിസ്പ്ലേ മെത്തേഡിൻ്റെ ഞാൻ എക്സ്ട്രാ ലോഡ് കൊടുക്കുകയാണ്. ശരിക്കും ആ മെത്തേഡ് ആദ്യമേ സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചു. വീണ്ടും അതിനെ ലോഡ് കൂട്ടി ഞാൻ വീണ്ടും ഒരു ഇൻറ്റീജർ വാല്യൂ അത് ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നു. നമ്മുടെ ബൈക്കിലേക്ക് അല്ലെങ്കിൽ സൈക്കിളിലേക്ക് ഒരാളെ കൂടെ നമ്മൾ എക്സ്ട്രാ കയറ്റി. ഉദ്ദേശം ഒന്നാണ്, ഡിസ്പ്ലേ ചെയ്യുക. വീണ്ടും 2 വാല്യൂ ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യം വന്നപ്പോൾ വീണ്ടും അടുത്ത ഒരു വാല്യൂയും കൂടെ 2 വാല്യൂവിനെ റിസീവ് ചെയ്യുന്നു. വീണ്ടും ഡിസ്പ്ലേ മെത്തേഡിനെ ലോഡ് കൂട്ടി ഓവർലോഡാക്കി 2 വാല്യൂ ഡിസ്പ്ലേ ചെയ്തു.
ഡബിൾ വാല്യൂ ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യം വന്നപ്പോഴും ഞാൻ ആ ഡിസ്പ്ലേ മെത്തേഡ് തന്നെ ഉപയോഗിച്ച് അതിൻ്റെ അകത്തേക്ക് ഡബിൾ വാല്യൂവിനെ പാരാമീറ്റർ ഉപയോഗിച്ച് റിസീവ് ചെയ്തിട്ട് ഞാൻ ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ എന്ന് പറയുന്ന ആ ജനറൽ കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളാണ് ഡിസ്പ്ലേ ചെയ്തത്. സ്ട്രിംഗ് ഡിസ്പ്ലേ ചെയ്തു, ഇൻറ്റീജർ വാല്യൂ 1, പിന്നെ 2 ഇൻറ്റീജർ വാല്യൂ, പിന്നെ ഒരു ഡബിൾ വാല്യൂ. ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്തപ്പോഴും ഞാൻ ഉപയോഗിച്ചത് ഒരേ മെത്തേഡ് നെയിമാണ് ഡിസ്പ്ലേ. ഇപ്പം ഇവിടെ നമുക്ക് പറയാം, നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ മെത്തേഡിനെ ഈ ക്ലാസിൻ്റെ അകത്ത് നമ്മൾ ഓവർലോഡ് ചെയ്തു. ഡെഫിനിഷനായിട്ട് പറയുമ്പോൾ നമുക്ക് പറയാം, വി ക്യാൻ ഹാവ് മോർ ദാൻ 1 മെത്തേഡ്സ് in a class with common name as long as their parameters are different. ഒരു ക്ലാസിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ മെത്തേഡ് നെയിമുകളെ നമുക്ക് ഉപയോഗിക്കാം, കോമൺ ആയിട്ട് ഉപയോഗിക്കാം. ഒരു മെത്തേഡ് നെയിമിനെ ഒന്നിൽ കൂടുതൽ മെത്തേഡുകൾക്ക് നമുക്ക് ഒരേ മെത്തേഡ് നെയിം നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ വ്യത്യാസം എവിടെയായിരിക്കണം? അതിൻ്റെ ലോഡിൽ, പാരാമീറ്റേഴ്സിൽ, ഡേറ്റയിൽ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സിലുള്ള വ്യത്യാസമായിരിക്കണം. ലോഡ് ഡിഫറെൻ്റ് ആയിരിക്കണം. ഒരേപോലത്തെ പാരാമീറ്റേഴ്സ് എഴുതിയാൽ അത് ഓവർലോഡിങ് ആകുകയില്ല. ആസ് ലോങ് ആസ് ദ പാരാമീറ്റേഴ്സ് ആർ ഡിഫറൻറ്റ് ഇൻ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്. നമ്പർ ഓഫ് പാരാമീറ്റേഴ്സിൽ അതിൻ്റെ ഡിഫറൻസ് വേണം, ഓർ ടൈപ്പ് ഓഫ് ഡേറ്റ, അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ ടൈപ്പിൽ അതിൻ്റെ വ്യത്യാസം വേണം. അപ്പോൾ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സിലോ ഡേറ്റ ടൈപ്പിലോ വ്യത്യാസപ്പെട്ട നമുക്ക് പാരാമീറ്റേഴ്സ് ഒരേ മെത്തേഡ് നെയിമിൽ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മെത്തേഡ് ഓവർലോഡിങ്. ഇപ്പം ശ്രദ്ധിച്ച്, മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുന്നത് എന്താണ്? വിത്തിൻ എ സിംഗിൾ ക്ലാസ്, ഒരു ക്ലാസിൻ്റെ അകത്ത് തന്നെ വി ക്യാൻ യൂസ് ഓർ വി ക്യാൻ ഹാവ് മോർ ദാൻ 1 മെത്തേഡ് വിത്ത് കോമൺ നെയിം. ഒരേ പേരിലുള്ള ഒന്നിൽ കൂടുതൽ മെത്തേഡ്സ് നമുക്കൊരു മെത്തേഡിൻ്റെ അകത്ത് തന്നെ എഴുതാം. വ്യത്യാസം എവിടെയായിരിക്കണം? ആസ് ലോങ് ആസ് ദെയർ പാരാമീറ്റേഴ്സ് ആർ ഡിഫറൻറ്റ്. അതിൻ്റെ ആ പാരാമീറ്റേഴ്സ് വഴിയാണ് വാല്യൂ റിസീവ് ചെയ്യുന്നത്, ലോഡ് റിസീവ് ചെയ്യുന്നത്. ആ ലോഡ് വ്യത്യാസപ്പെട്ടിരിക്കണം, പാരാമീറ്റേഴ്സ് വ്യത്യാസപ്പെട്ടിരിക്കണം. ഈ മെക്കാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെത്തേഡ് ഓവർലോഡിങ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർലോഡിങ് ഉപയോഗിക്കുന്നത്? ഇൻ ഓർഡർ ടു ജനറലൈസ് എ മെത്തേഡ്. ഒരു മെത്തേഡിനെ നമ്മൾ ജനറലൈസ് ചെയ്യുന്നു. ജനറൽ കാര്യങ്ങൾക്ക്, പല കാര്യങ്ങൾ തന്നെ, പക്ഷെ ജനറലായിട്ട് ഒരേ ടൈപ്പ് കാര്യങ്ങൾക്ക് പലതിനും നമ്മൾ ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി ബൈ യൂസിങ് ഡിഫറെൻറ്റ് മെത്തേഡ് നെയിംസ് ഫോർ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഈ എല്ലാ മെത്തേഡുകൾക്കും പല പല പേരുകൾ കൊടുത്ത് ഡിസ്പ്ലേ ചെയ്ത് കഴിയുമ്പം അവിടെ കോംപ്ലക്സിറ്റി കൂടുകയാണ്. ആ ഒരു ഓബ്ജക്റ്റ്, ഈ ക്ലാസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഓബ്ജക്റ്റിൻ്റെ അകത്ത് ഒത്തിരി മെത്തേഡ് നെയിംസുകൾ, അപ്പോൾ അവിടെ കോംപ്ലക്സിറ്റി കൂടും. അത് കുറയ്ക്കാനായിട്ടാണ് ഒരേ ടൈപ്പ് കാര്യങ്ങൾക്കെല്ലാം ഒരേ മെത്തേഡ് നെയിം തന്നെ ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു മെക്കാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെത്തേഡ് ഓവർലോഡിങ്. ഇവിടെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൻ്റെ ഓബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. മെത്തേഡ് ഓവർലോഡ് ഡെമോ OB = ന്യൂ ഓവർലോഡ് ഡെമോ. ഇവിടെ ഈ മെത്തേഡ് ഓവർലോഡിങ് മാത്രം കാണിക്കാനായിട്ടാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻസ്റ്റൻസ് വേരിയബിൾസ് ഒന്നും ഇല്ല. ജസ്റ്റ് ഈ ഒരു ഓവർലോഡിങ് പ്രോസസ്സ് മെക്കാനിസം കാണിക്കാൻ വേണ്ടി മാത്രമുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഓബ്ജക്റ്റിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ഓരോ ഓബ്ജക്റ്റിലും ഈ പറയുന്ന ഡിസ്പ്ലേ മെത്തേഡ് വിത്തൗട്ട് പാരാമീറ്ററുള്ള മെത്തേഡുണ്ട്, ഡിസ്പ്ലേ മെത്തേഡ് വിത്ത് ആൻ ഇൻറ്റീജർ പാരാമീറ്റർ ഉണ്ട്, ഡിസ്പ്ലേ മെത്തേഡ് വിത്ത് 2 ഇൻറ്റീജർ പാരാമീറ്റേഴ്സ് ഉണ്ട്, ഡിസ്പ്ലേ മെത്തേഡ് വിത്ത് എ സിംഗിൾ പാരാമീറ്റർ വിത്ത് ഓഫ് ഡബിൾ ടൈപ്പ്. ഈ പറയുന്ന 5 ഡിസ്പ്ലേ മെത്തേഡുകളും ഓരോ ഓബ്ജക്റ്റിൻ്റെ അകത്തും ഉണ്ട്. ഈ OB എന്ന് പറയുന്ന ഓബ്ജക്റ്റിൻ്റെ അകത്തുണ്ട്. വേറെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ അകത്തും ഈ പറയുന്ന 5 മെത്തേഡ്സും ഉണ്ട്. ഇനി നമ്മളിവിടെ ഈ ഓബ്ജക്റ്റിൻ്റെ അകത്തുള്ള ഈ 5 മെത്തേഡ്സിനെ നമ്മൾ കോൾ ചെയ്യുകയാണ്. OB.display 10 വാല്യൂ കൊടുത്തു, പിന്നെ 2 വാല്യൂ കൊടുത്തു, പിന്നെ ഒരു ഡബിൾ വാല്യൂയും കൊടുത്തു. അപ്പം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യപ്പെടുമ്പോൾ, കോൾ ചെയ്യപ്പെടുമ്പോൾ, ഡ്യൂറിങ് എക്സിക്യൂഷൻ്റെ സമയത്ത് ഏതു മെത്തേഡാണോ കോൾ ചെയ്തേക്കുന്നത്, അതായത് കോൾ ചെയ്ത മെത്തേഡിൻ്റെ അകത്തുള്ള ആർഗ്യുമെൻറ്റ്സ് നോക്കി
ആ ആർഗ്യുമെൻറ്റ്സ് എത്രണ്ണം ഉണ്ടോ ആ ആർഗ്യുമെൻറ്റ്സ് റിസീവ് ചെയ്യാൻ പറ്റുന്ന പാരാമീറ്റേഴ്സ് ഉള്ള മെത്തേഡുകളായിരിക്കും അവിടെ ഇൻവോക്ക് ചെയ്യപ്പെടുക. ഇപ്പം ഇവിടെ ആദ്യമേ ob.display മെത്തേഡ് കോൾ ചെയ്തു, പിന്നെ അകത്ത് നമ്മൾ വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഓബ്ജക്റ്റിൻ്റെ അകത്തുള്ള ഡിസ്പ്ലേ മെത്തേഡ് കോൾ ചെയ്ത് അവിടെ നോ പാരാമീറ്റേഴ്സ് എന്നുള്ള സ്ട്രിങ് ആയിരുന്നു നമ്മൾ കൊടുത്തത്. രണ്ടാമത് ob.display 10. അപ്പം ഒരു വാല്യൂ റിസീവ് ചെയ്യുന്ന ഒരു പാരാമീറ്ററുള്ള ഡിസ്പ്ലേ മെത്തേഡാണ് കോൾ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് കൊടുക്കുന്ന വാല്യൂ 10 അവിടെ ഡിസ്പ്ലേ ചെയ്തു. പിന്നീട് കോൾ ചെയ്തത് 2 വാല്യൂ കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ 2 പാരാമീറ്റേഴ്സ് ഉള്ള മെത്തേഡ് അവിടെ ആ ഓബ്ജക്റ്റിൻ്റെ ഇൻവോക്ക് ചെയ്യും. 2 വാല്യൂ റിസീവ് ചെയ്തിട്ട് അതവിടെ ഡിസ്പ്ലേ ചെയ്യും. അടുത്തത് ഡബിൾ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് അനുസരിച്ച് അതാത് പാരാമീറ്റേഴ്സിൻ്റെ കോമ്പാറ്റബിൾ ആയിട്ടുള്ള എണ്ണത്തിലും ഡേറ്റ ടൈപ്പിലും കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേ മെത്തേഡുകളായിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നത്. അപ്പം ബ്രീഫായിട്ട് നമ്മൾ വീണ്ടും കാണുകയാണ്, മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത് ഒരു മെത്തേഡിൻ്റെ അകത്ത് ഒരേ പേരിലുള്ള ഒന്നിൽ കൂടുതൽ മെത്തേഡ്സ് നമുക്ക് എഴുതാം. വ്യത്യാസം അതിൻ്റെ പാരാമീറ്റേഴ്സിൽ, നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്, അതിൻ്റെ ഡേറ്റ ടൈപ്പ് വ്യത്യാസം ഉണ്ടായിരിക്കണം. അതിൻ്റെ ഉപയോഗം കോംപ്ലക്സിറ്റി കുറയ്ക്കാനും, കണ്ടമാനം മെത്തേഡ് നെയിംസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ് നെയിംസ് ഉപയോഗിച്ച് കോംപ്ലക്സിറ്റി കൂട്ടാതെ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിയുന്നത്ര ഒരേ പേരിൽ നമ്മൾ മെത്തേഡുകൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ പറയും വി യൂസ് ഓവർലോഡിംഗ് ഫോർ ജനറലൈസിങ് എ മെത്തേഡ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പോളിമോർഫിസം. ഊപ്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് പോളിമോർഫിസം. മെനി, മോർഫിസം, ഫോംസ്. ഒന്നിൽ കൂടുതൽ ഫോമുകളെ ഒരു കാര്യം എഴുതുന്നു. ഇവിടെ ഒരു മെത്തേഡിനെ പല ഫോമിലേക്ക് നമ്മൾ എഴുതുവാണ്. ഡിസ്പ്ലേ മെത്തേഡിനെ പല ഫോമിൽ നമ്മൾ ഉപയോഗിക്കുന്നു. സ്ട്രിംഗ് ഡിസ്പ്ലേ ചെയ്യാൻ, ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ, 2 വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ, ഇതുപോലെ പിന്നീട് നമ്മുടെ ഡബിൾ ഡേറ്റ ടൈപ്പ് ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഒരേപോലെ ഒരു മെത്തേഡിനെ, ഒരു കാര്യത്തിനെ പല കാര്യങ്ങൾക്കായിട്ട് മെനി ഫോംസിലേക്ക് അതിനെ മാറ്റുന്നു. അപ്പം ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പോളിമോർഫിസം.